അങ്ങനെ പോണോ, പൊരൻ്റെ ഉള്ളിൽ നജസ് കിടാവ് കാറിങ് അങ്ങനെ കഥണോ, സിറ്റ് ഔട്ടിലേക്ക് നായി കീറിയെങ്കിൽ അങ്ങനെ ഉണ്ടാക്കണോ, ഇതെല്ലാം ഇനി പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിക്കുമ്പോ കിടാവ് ചലേകയ റബീ ലെവലിന്റെ 12 പാട്ടും പാടിയിട്ട് ക്ലാസ്സും കൊണ്ടുപോയി. ഈ ബെലവെൽറ്റ് പഠിപ്പിക്കാൻ നിൽക്കുമ്പോ കിടാവില്ല. ഒന്നാമത് കിടാവിന് മനസ്സില്ല, മതി. രണ്ടാമത് കിടാവ് കള്ളം, ബാപ്പ ജാമ കള്ളം. ബാപ്പ വന്നിട്ട് എല്ലാം പറഞ്ഞ മതി ഉസ്താദ് മതി, എന്റെ കിടാവ് വലുതായി മതി. മൂന്നാമത് കമ്മിറ്റിക്കാർ ശമ്പളം കൊടുത്തു. ഉസ്താദ് ചെറിയ നാടല്ലേ, ശമ്പളം കൊടുക്കാൻ കഴിയാലല്ലേ, മതി. പറ്റല, നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരോ? ഞങ്ങൾ കാണുന്നില്ലേ, ഒരു 30 കിലോമീറ്ററിന്റെ ഉള്ളില് 6 പേരെ കൊന്നു. 30 കിലോമീറ്ററിന്റെ ഉള്ളിൽ പോയിട്ട് ഒരേ പേരന്റെ ആളല്ല മരിച്ചു നിന്നാലേ. സഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലഹരിക്ക് ബാധിച്ചിട്ട് മദ്യമകത്താക്കിയിട്ട് 6 പേരെ വെട്ടിക്കൊന്നു നിഷ്ഠൂരമായി. തന്റെ കാമുകിയായ പെണ്ണിന് ജന്മം നൽകിയ ഉമ്മ സീരിയസിലാണ്. മുത്താന മുത്തമ്മാന്, പ്രായമേറെയുള്ള അവശയായ ഉമ്മാമാന്, അതുപോലെ തന്നെ പിരിശപ്പെട്ട കൊച്ചനുജന് അല്ല, കൊച്ചുമോന് തിന്ന ബിരിയാണിന്റെ ബാക്കി ആ സിറ്റ് ഔട്ടിലുള്ള കസേരയിലുണ്ട്. അത് ഊടെ കൊണ്ടുവന്നിട്ട് തിന്നതാണോ, അതല്ല അവിടെ തിന്നിട്ട് ബാക്കിയായത് പാർസലായിട്ട് കൊണ്ടുവന്നതാണോ എന്നത് പോലീസ് ഇപ്പോഴും അന്വേഷിക്കുകയാണ്. സ്നേഹം കൊണ്ട് ഒരുപാട് വിരിശം കൊടുത്ത അനുജന്, അതുപോലെ തന്നെ ഉമ്മാമന് എല്ലാം കൊണ്ട് നിഷ്ഠൂരമായി കൊന്നിട്ട് യമപുരിയിലേക്ക് അയക്കാൻ ആ ചെറുപ്പക്കാരന് പ്രേരണയായതെന്തറിയോ? കാര്യമായ മതബോധമില്ലാത്തതാണ്, ലഹരിക്കടിമയായതാണ്. അതുകൊണ്ട് ഇന്നത്തെ മക്കളെ നല്ല ജാഗ്രത വേണോ. കണ്ട വലക്ക പോലത്തെ മൊബൈലെല്ലാം മേങ്ങിട്ട് കൊടുത്തിട്ട് മക്കളെ ബെടക്കാക്കണ്ട. എല്ലാം കൊണ്ടും മക്കൾക്ക് വേണ്ടത്, ആദ്യമായിട്ടും അവസാനമായിട്ടും വേണ്ടത് മദ്രസയുടെ വിദ്യാഭ്യാസമാണ്, ദീനീ വിദ്യാഭ്യാസമാണ്, മാതാപിതാക്കളുടെ നല്ല സംസ്കാരമാണ്, നല്ല അച്ചടക്കം പഠിപ്പിക്കലാണ്. അത് മറക്കണ്ട. ഇംഗ്ലീഷ് മീഡിയമിലേക്ക് ആക്കണ്ടെന്നല്ല, സ്കൂളിലേക്ക് ആക്കണ്ടെന്നല്ല,